നമസ്കാരം. പതിരും കതിരും. നമ്മുടെ ഗോവിന്ദൻ മാഷ് ചരിത്രം പണഞ്ഞ് പുലപ്പേടിയുടെയും മണ്ണാപ്പേടിയുടെയും കാലത്തേക്ക് നമ്മെ കൊണ്ടുപോവുകയാണോ? ഇന്ത്യ ഒട്ടാകെയുള്ള ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഭാഗമാണ് പോലും കേരളത്തിലെ സിനിമാക്കാരും നടികളുടെ വാതിലിൽ ചെന്ന് മുട്ടുന്നത്. സ്ത്രീവിരുദ്ധമായ ജീർണത ഇപ്പോഴൊന്നും ഉണ്ടായതല്ല പോലും. ഇപ്പോൾ നടക്കുന്നതപ്പോൾ നവകേരള ജീർണതയാണോ ഗോവിന്ദ? ഇത്രയും കാലം ഈ നാട്ടിൽ ടയറ് കത്തിച്ചും മതിൽ പണിതും ചെങ്കൊടി വീശിയും വിപ്ലവത്തിൻ്റെ എന്തുണ്ടംപൊരിയാണപ്പോൾ നിങ്ങളിവിടെ ഉണ്ടാക്കിയത്? ഗോവിന്ദൻ പറഞ്ഞു തരികയാണ്. വിവാഹം കഴിഞ്ഞാൽ ഭാര്യയെ ജന്മിമാർക്ക് കാഴ്ചവെക്കണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്ന നാടായിരുന്നത്രേ ഇത്. ഇതിനൊക്കെ മാറ്റമുണ്ടാക്കിയത് കേരളത്തിലെ CPM ആണ് എന്ന് മാത്രം ഇപ്പോഴദ്ദേഹം മിണ്ടുന്നതേയില്ല. ഇപ്പോൾ CPM-ൽ നേതാക്കളുടെ ഭാര്യമാർക്ക് സർക്കാർ മുന്തിയ പദവികൾ അങ്ങോട്ട് കാഴ്ചവെക്കുന്ന ഏർപ്പാടാണുള്ളത്. എന്തൊരു മാറ്റമാണ് ഗോവിന്ദ നമ്മുടെ നാട് മാറിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ജീർണത മാറ്റാൻ സാമൂഹികമായ ബോധം വളർത്തിയെടുക്കാൻ കഴിയണമെന്നാണ് ഗോവിന്ദൻ്റെ ആഹ്വാനം. ആദ്യം സ്വന്തക്കാരുടെ ഞരമ്പിലെ ജീർണത മാറ്റിക്കളയൂ സഖാവേ, എന്നിട്ടാകട്ടെ സാമൂഹികമായ ജീർണതയിൽ ചുരണ്ടുന്നത്. CPM-ലെത്തി മാനവികതയെ പാടിപ്പുകഴ്ത്തുന്ന ചലച്ചിത്ര ഇതിഹാസമായ രഞ്ജിത്ത് മുതൽ മുകേഷ് വരെയുള്ളതിനെയും മറ്റേ ശശി മുതൽ PK ശശി വരെ ഉള്ളതിനെയും ഒന്ന് നന്നാക്കിയെടുക്കാൻ കഴിയാത്ത നിങ്ങളാണോ പണ്ടത്തെ കഥകൾ പറഞ്ഞ് ഈ നെറികെട്ട സ്വന്തക്കാരെ ന്യായീകരിക്കാൻ നടക്കുന്നത്? ഈ ജീർണതയൊക്കെ അവസാനിപ്പിക്കാനല്ലേ പിള്ളേച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്? മതിൽ കെട്ടിയിട്ടും മനുഷ്യച്ചങ്ങല പിടിച്ചിട്ടും മാനവികതയെ പാടിപ്പുകഴ്ത്തി നടന്നിട്ടും നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയാത്ത ഈ ഞരമ്പ് രോഗികളെ പഴയകാല ചരിത്രം പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നതാണോ ഗോവിന്ദൻ സഖാവ്? ആരെങ്കിലും പരാതിയുമായി വന്നാലേ കേസെടുക്കാൻ പറ്റുമെന്നാണ് ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത്. പരാതി കൊടുത്തതിനെല്ലാം ഗോവിന്ദൻ കേസെടുത്ത് തീർപ്പാക്കി കഴിഞ്ഞു. സർക്കാർ കാര്യം ഇപ്പോൾ ഗോവിന്ദനും പാർട്ടിക്കാര്യം പിണറായിയും നോക്കാൻ തുടങ്ങിയത് എപ്പോൾ മുതൽക്കാണ്? ആര് കേസെടുക്കുന്ന കാര്യമാണ് ഈ ഗോവിന്ദൻ സഖാവ് പറയുന്നത്? AKG സെൻറ്ററിലാണോ ഇപ്പോൾ കേസെടുക്കുന്നത്? ഞങ്ങൾ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചതല്ല, പുഴുങ്ങാൻ വെച്ചതാണെന്നാണ് ഗോവിന്ദൻ സഖാവ് ഇപ്പോൾ പണഞ്ഞു വരുന്നത്. കിഴങ്ങ് പുഴുങ്ങുന്നതും മുട്ട പുഴുങ്ങുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കണം. മുട്ടയാണെങ്കിൽ ഉൾക്കാമ്പ് ഉറയ്ക്കും, കിഴങ്ങാണെങ്കിൽ ഉൾക്കാമ്പ് മൃദുവാകും. രണ്ടും ഒരേ ചൂടുവെള്ളത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുഴുങ്ങാൻ വെച്ചപ്പോൾ ഉള്ളിലുള്ളത് പൊട്ടി ഒഴുകാൻ തുടങ്ങി. അതിൻ്റെ ഒരു വേവലാതിയുണ്ട് ഈ പാർട്ടിക്കും സർക്കാരിനും. സജി ചെറിയാനാണെങ്കിൽ ഇപ്പോൾ കിടന്നങ്ങ് വരാല് പുളയ്ക്കും പോലെ പുളയ്ക്കുകയാണ്. നിങ്ങൾ വെറുതെ രഞ്ജിത്തിനെ പറയരുതെന്നാണ് സജി ചെറിയാൻ പറയുന്നത്. രഞ്ജിത്ത് ആരാ സഖാവേ? അങ്ങയുടെ കുഞ്ഞമ്മയുടെ മകനാണോ? മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പടപടാ മറിച്ചു നോക്കുന്നതാണ് ഇപ്പോൾ സജി ചെറിയാൻ്റെ പണി. പാർട്ടിക്കൊന്നും മറച്ചു വെക്കാനില്ല എന്നാണ് ഈ വിഷയത്തിൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നത്. പാർട്ടിക്കൊരു തുണിയുടെ മറവ് പോലും വേണ്ട ഒന്നിനും, എല്ലാം സുതാര്യമാണ് പോലും. ആരൊക്കെ ശ്രമിച്ചിട്ടും ഈ റിപ്പോർട്ടിൻ്റെ രഹസ്യാത്മകത നിലനിർത്താനായി എന്നതാണ് സർക്കാരിൻ്റെ വിജയമെന്ന് ഗോവിന്ദൻ മാഷ് അഭിമാന പുരസ്സരം പറയുന്നു. അതുകൊണ്ട് ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി കൊല്ലത്ത് നിന്ന് വരും എന്ന് പറഞ്ഞതുപോലെ നെറുകെട്ട ഒരു ഇടത് ഞരമ്പൻ കേരളത്തിലുള്ളത് കൊണ്ട് പരാതിക്കാരിയായ ഒരു സ്ത്രീ പശ്ചിമ ബംഗാളിൽ നിന്നും വന്നിരിക്കുന്നു. ഇപ്പോൾ പരാതിക്കാരെല്ലാം ഹാജരുണ്ട്. എന്നിട്ടും ഗോവിന്ദൻ അഭിമാനപൂർവ്വം വിളമ്പുകയാണ് സർക്കാരിൻ്റെ മഹത്വങ്ങൾ. അരി വിതച്ചല്ല ഗോവിന്ദ നെല്ലുണ്ടാക്കുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. സ്വന്തം പാർട്ടിയിൽ നടക്കുന്ന വൃത്തികെട്ട കാര്യങ്ങൾ ഒന്നെത്തി നോക്കിക്കണ്ട ഭാവം പോലുമില്ലാത്ത പുള്ളിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നു വെച്ച് ന്യായീകരിക്കുന്നത്. വനിതാ കമ്മീഷനെയും സാംസ്കാരിക വകുപ്പിനെയും അമ്മയെയും എല്ലാം വിസ്തരിച്ചിരുന്നങ്ങ് വെളുപ്പിക്കുകയാണ് ഗോവിന്ദൻ. പണ്ട് മാസപ്പടിക്കാരൻ ചോദിച്ചപ്പോൾ ഇറങ്ങി ഓടിയ പുള്ളിയാണ് ഗോവിന്ദൻ. കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസിന് അമാന്തമില്ലത്രേ. പക്ഷേ അങ്ങ് ബംഗാളിൽ നിന്നൊരാൾ ചാനലിലൂടെ പറഞ്ഞാലൊന്നും പറ്റില്ല. ഇവിടെ വന്ന് ഗോവിന്ദൻ സഖാവിന് പരാതി നൽകണം. ശബരിമലയിൽ പണ്ട് ദേവപ്രശ്നം നടന്നപ്പോൾ എവിടെയോ ഇരുന്ന നടി ജയമാല ഞാൻ അയ്യപ്പ വിഗ്രഹത്തെ സ്പർശിച്ചു എന്ന് പറഞ്ഞതിന്
കേസെടുത്ത നാടാണിതെന്ന് ഓർക്കേണ്ടതുണ്ട്. ഇവിടെ ഹേമപ്രശ്നത്തിലൂടെ സിനിമാ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ എന്നെ ഒരു സംവിധായകൻ ദേഹത്ത് സ്പർശിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ഒരു നടി വ്യക്തമാക്കിയിരിക്കുന്നു. ഇക്കാര്യം അവർ തെളിവ് സഹിതം നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞിട്ടും അതിന് കേസില്ല. ഉമ്മൻചാണ്ടി എന്നെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന് ഒരുത്തി നട്ടാൽ കിളിക്കാത്ത നുണ പറഞ്ഞപ്പോൾ സ്ത്രീ സുരക്ഷയെ ഓർത്ത് ഒരുപോലെ കണ്ണടച്ചവരല്ല പിണറായി വിജയനും അന്നത്തെ കോടിയേരിയും. ഇവിടെ ഇതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ തുടർ ചർച്ചകളും ഇന്ത്യയൊട്ടാകെ ചർച്ച ചെയ്യുമ്പോഴാണ് വിവരക്കേട് തൻ്റെ ജനിതക വൈകല്യമായി കാണുന്ന മന്ത്രി സജി ചെറിയാൻ ഒരു കാമമോഹിതനെ കെട്ടിപ്പിടിച്ച് സംരക്ഷിക്കുന്നത്. ഗുസ്തി താരങ്ങളോട് ബ്രഡ്ഭൂഷൺ ലൈംഗിക ഗുസ്തിക്ക് ചെന്നപ്പോൾ ഇവിടെ സഖാക്കൾ പൊട്ടി ഒഴുകുകയായിരുന്നു കണ്ണുനീർ. യാതൊരു വകതിരിവും ഔചിത്യബോധവുമില്ലാത്ത വിപ്ലവകാരികളാണല്ലോ ഈ നാട്ടിൽ വസന്തം വിരിയിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് തോന്നുമ്പോഴാണ് അത്ഭുതം. അവർ വിരിയിക്കുന്നത് ചിലപ്പോൾ വസന്തമായിരിക്കില്ല, കോഴി വസന്തയായിരിക്കും. സ്വന്തക്കാരെല്ലാം ഞരമ്പ് ദിനത്തിൽപ്പെട്ടപ്പോൾ പാർട്ടി സെക്രട്ടറിക്കും സാംസ്കാരിക മന്ത്രിക്കും പറയാനുള്ളത് വ്യവസ്ഥിതിയുടെ ദോഷത്തെപ്പറ്റിയാണ്. വർഗസമരം നടത്തി ജീർണിച്ച വ്യവസ്ഥിതികളെയെല്ലാം പൊളിച്ചടുക്കിയ പ്രസ്ഥാനത്തിലിരുന്നാണ് വെറും കോമാളികളെ പോലെ ഇവരൊക്കെ കോമ്രേഡ് ചമയുന്നത്.